ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഡിന്നർ വ്ലോഗാണ്. ഇന്നത്തെ സ്പെഷ്യലായി ഗീ റൈസ്, ഞാൻ പനീർ ബട്ടർ മസാല. ഇനി ഞാൻ ആദ്യമായി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. പനീർ, ബട്ടർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, പാല്, കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തത്, പഞ്ചസാര, കസ്തൂരി മേത്തി, ടൊമാറ്റോ സോസ്, തക്കാളി, സവോള. ഇനി ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ ചൂടായതിനു ശേഷം എടുത്തിരിക്കുന്ന ബട്ടറുടെ പകുതി ചേർക്കുക. വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർക്കുക. നന്നായി വഴറ്റുക. പച്ചമുളക് ചേർക്കുക. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് ചേർക്കാം. സവോള ചേർക്കാം. 1 സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായി വഴറ്റുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക. എണ്ണ തെളിഞ്ഞതിനു ശേഷം മുളക് പൊടി ചേർക്കുക. എരിവിനനുസരിച്ച് ചേർക്കുക. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുക. ഇത് നന്നായി വഴറ്റുക. നമുക്കിനി തക്കാളി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. തക്കാളി നമ്മൾ അങ്ങനെ ചേർക്കരുത്, ഗ്രൈൻഡ് ചെയ്ത് വേണം ചേർക്കാൻ. ഗ്രൈൻഡ് ചെയ്തതിനു ശേഷം ഇതിലോട്ട് ചേർക്കാം. നന്നായി വഴറ്റി എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. നന്നായി മിക്സ് ആക്കുക. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. ഗ്രേവിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാനിവിടെ
2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് കാഷ്നട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. തിളച്ചതിനു ശേഷം ഇതിലോട്ട് ഒഴിക്കാം. നന്നായി മിക്സ് ആക്കുക. നന്നായി മിക്സ് ആക്കിയതിനു ശേഷം ജീരകം വറുത്ത് പൊടിച്ചത് ചേർക്കാം. 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കസ്തൂരി മേത്തി 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. നന്നായി മിക്സ് ആക്കുക. തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് പാല് ചേർക്കാം. പാല് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്താലും കുഴപ്പമില്ല. നന്നായി മിക്സ് ആക്കുക. നന്നായി മിക്സ് ആക്കിയതിനു ശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നന്നായി മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിനു ശേഷം നമ്മുടെ പനീർ ചേർക്കാം. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഓൾമോസ്റ്റ് പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ബാക്കിയുള്ള ബട്ടറും കൂടെ ഇതിലോട്ട് ചേർക്കാം. അങ്ങനെ നല്ല ടേസ്റ്റുള്ള പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. അതിനായി പാൻ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. കാഷ്നട്ട് ചേർക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. കിസ്മിസ് ചേർക്കുക. അതും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. കുക്കായി. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെ പട്ട ചേർക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. സവോള ചേർക്കുക. 1 സവോളയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. നന്നായി വഴറ്റുക. വഴറ്റിയതിനു ശേഷം വെളുത്തുള്ളി ചേർക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇനി വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുന്നത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. തിളച്ചു. ഇനി നമുക്ക് അരി ചേർക്കാം. 1 കപ്പ് അരിയാണ് ചേർക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം.
മല്ലിയില ചേർക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. പകുതി വേവ് ആവുമ്പോൾ ഒന്ന് തുറന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നെയ്യ് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. മാറ്റി വെച്ച കാഷ്യൂനട്ട് കിസ്മിസ് ചേർക്കാം. നന്നായി മിക്സ് ആക്കുക. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. പാനിൻ്റെ അടിയിൽ ദോശക്കല്ല് വെക്കുക. ഇങ്ങനെ വെച്ചാൽ അടി പിടിക്കില്ല. അങ്ങനെ ഗീ റൈസ് റെഡിയായി. ഇനി നമുക്ക് ഞാൻ ഉണ്ടാക്കാം. അതിനായി ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് 2 കപ്പ് മൈദ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. കാൽ ബേക്കിംഗ് സോഡ, അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ആക്കിയതിനു ശേഷം 1 കപ്പ് പാല് ചേർക്കുക. അതും നന്നായി മിക്സ് ചെയ്യുക. രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർക്കുക. പാലൊഴിച്ച് കുഴച്ചെടുക്കുക. ചെറിയ ചെറിയ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഓവൽ ഷേപ്പിൽ ചുട്ടെടുക്കാം.
അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.